എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ആണ്. കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഈ ഒരു ഐറ്റം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് നല്ല സൂപ്പർ ടേസ്റ്റിൽ. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് അളവിൽ, അതായത് 125 ml മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു മയോണൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് ആണ്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ, നമ്മൾ മയോണൈസ് എടുക്കുന്നതിൻ്റെ പകുതി 1/4 കപ്പ് അളവിൽ ഇതുപോലെ ടൊമാറ്റോ കച്ചപ്പും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 400 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഇതുപോലെ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് തന്നെ വേണം നമ്മളിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം, അതായത് ഒരു 1/3 കപ്പ് അളവിൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അധികം പുളിയില്ലാത്ത 4 ടേബിൾ സ്പൂൺ തൈര് തന്നെ വേണം കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഓവർ പുളിയുള്ള തൈര് ഒരിക്കലും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു സാൻഡ്വിച്ച് ബണ്ണാണ് കേട്ടോ. ഇതുപോലെ 4 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ നമുക്കൊരു 4 സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഞാനിപ്പോൾ ഇതിവിടെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ചിക്കനാണിത്. ആ ഒരു ചിക്കന് മുഴുവനായിട്ടും തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഇളക്കുമ്പോഴത്തേക്ക് തന്നെ ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ വെള്ളം ഇറങ്ങും. ഇനി നമ്മളിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചിക്കൻ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വെള്ളമയൊക്കെ വറ്റി നല്ല പോലെ തന്നെ ഒന്ന് ഡ്രൈ ആയി വരണം. പിന്നെ നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല പോലെ തന്നെ ഇതുപോലെ നമുക്കൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു കറക്റ്റ് പരുവത്തിന് വേണം നമ്മൾ ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ കത്തിച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തൊരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് എടുക്കാമെന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് സ്മോക്കി ഫ്ലേവർ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്മോക്കി ഫ്ലേവറും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിൽ കുറച്ച് മാത്രം, ഒരു സ്വല്പം മാത്രം, ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു സാൻഡ്വിച്ച് ബൺ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് 2 സൈഡ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഇവിടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സൈഡും നന്നായിട്ട് തന്നെ ഞാൻ എല്ലാം തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസും കൂടെ ഒന്ന് വേണം. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കുക്കുംബറും ഉണ്ട്. പിന്നെ കുറച്ച് സവാള ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്ത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു സാൻഡ്വിച്ച് ലീവ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ 2 സൈഡ് നന്നായിട്ടൊന്ന് ചൂടാക്കി മുരിച്ചെടുത്തിരിക്കുന്ന ഒരു ബണ്ണ് എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സോസ് ഇല്ലേ, ആ ഒരു സോസ് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഒരു സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ലീവ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു കുക്കുംബർ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ആ ഒരു തക്കാളിയും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യം നല്ല ഏറെ തന്നെ നമ്മുടെ ഒരു ചിക്കനാണ്. ആ ഒരു ചിക്കനും കൂടി അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു സോസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് അടച്ചിട്ട് കറക്റ്റായിട്ട് ഇതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് ഞാനൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കഴിക്കുന്ന സമയത്ത് നമ്മളതങ്ങ് എടുത്ത് മാറ്റിയാൽ മതി ഒരു സ്റ്റിക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 3 എണ്ണം കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എന്നാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് തന്നെയാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.